നമ്മുടെ മനോരമ പത്രത്തിൻ്റെ വാർത്തയാണ്. ആ സംഭവത്തെക്കുറിച്ച് വാർത്തയൊന്നുമില്ല. പാർട്ടിയുടെ LDFന്റെ കൺവീനർ ഒരു പ്രതികരണം കൊടുത്തു. ആ പ്രതികരണം ഒരു വാർത്തയെ കൊടുത്തിട്ടുണ്ട്. സർക്കാരിന്റെ ബോർഡുകൾ തകർത്തു എന്ന് CPM. ഏത് മനോരമ കണ്ടിട്ടില്ല, നാട്ടുകാർ മുഴുവൻ കണ്ടു. നിങ്ങളെല്ലാവരും കണ്ടില്ലേ വീഡിയോ? നാട്ടുകാർ മുഴുവൻ കണ്ടു, എല്ലാ മാധ്യമങ്ങളും കണ്ടു, മനോരമയും കണ്ടു. പക്ഷെ മനോരമന്റെ അച്ചടി മഷിയിൽ അത് വരൂല. എന്നാൽ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് വേറൊരു സാധനം കേട്ടോ. യൂത്ത് കോൺഗ്രസിന്റെ രക്തസാക്ഷി സ്തൂപം തകർത്ത് CPM പ്രവർത്തകർ. ഞാൻ ചോദിക്കട്ടെ, ഈ സ്തൂപം തകർക്കുന്നത് മലയാള മനോരമയുടെ റിപ്പോർട്ടറോ മനോരമക്കാരനോ ഈ നാട്ടിൽ ആരെങ്കിലും കണ്ടിനോ? കണ്ടോ? ഒരു വീഡിയോ ദൃശ്യമുണ്ടോ? ബോർഡ് തകർക്കുന്നതിന് കൃത്യമായ വീഡിയോ ദൃശ്യമുണ്ട്. ആരൊക്കെയാണെന്ന് വളരെ കൃത്യമായി ബോർഡിലുണ്ട്. എന്നാൽ ഈ സ്തൂപം തകർത്തു എന്ന് പറയുന്ന സംഭവത്തിന് സാക്ഷിയായിട്ട് മനോരമ നീ ഉണ്ടോ? പിന്നെ എങ്ങനെയാ നീ കണ്ട പോലെ വാർത്ത കൊടുത്തേ? നീ കണ്ട സാധനത്തെ കുറിച്ച് എന്താ വാർത്ത കൊടുക്കാതിരുന്നേ? അപ്പോ CPMന്റെ പ്രതികരണം മാത്രം. ഇങ്ങനെ പാലൂട്ടിയിട്ട് ക്രിമിനലുകളെ വളർത്തരുത് കേട്ടോ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാ, മാമ മാപ്പിളയുടെ മലയാള മനോരമ എത്ര ലിറ്റർ കണക്കിന് അച്ചടി മഷി ഈ പാർട്ടിക്കെതിരെ വിനിയോഗിച്ചാലും, എത്ര ടണ്ണ് കണക്കിന് പത്രക്കടലാസ് ഈ പാർട്ടിക്കെതിരായി വിനിയോഗിച്ചാലും ഈ പാർട്ടിക്ക് ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് മനസ്സിലായിക്കോളി. എന്താ നിങ്ങൾ ധരിക്കുന്നത്? ഇങ്ങനെ എന്തെങ്കിലും എഴുതി കൂട്ടാന്നാണോ? അങ്ങനെ എന്തെങ്കിലും എഴുതി കൂട്ടിയിട്ട് കുറെ വാർത്തയും കൊടുത്ത് വെറും നുണകൾ പ്രചരിപ്പിച്ച് ആ നുണകളുടെ മേലെ നിങ്ങളുടെ ഇഷ്ടക്കാരെ ഇങ്ങനെ പാലൂട്ടി വളർത്താമെന്നാണോ? അങ്ങനെ അതെല്ലാം വിശ്വസിച്ച് പോകുന്നവരാണ് കേരളത്തിലെ ജനങ്ങളെങ്കിൽ ഈ പാർട്ടി എപ്പോഴേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴേ ഇല്ലാതായി പോകുമായിരുന്നു. അങ്ങനെ ഇല്ലാതാക്കാൻ കഴിയുമോ? നിങ്ങൾ നുണയന്മാരെ നിങ്ങളുടെ തോളിൽ കയറ്റി നടത്തുവല്ലേ ഇന്ന്? ഇപ്പൊ പത്രക്കാരനോട് ചോദിച്ചു, ഇവിടെയുള്ള പ്രതികരണമാണോ? അറിയില്ല, എന്താ സംഭവം നമുക്കറിയില്ല. പക്ഷെ ഈ നാടിന് ചില അനുഭവങ്ങളുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയില്ല? AK സെന്ററിന് നേരെ ബോംബെറിഞ്ഞു. AK സെന്ററിന് നേരെ ബോംബെറിഞ്ഞപ്പോ ആ ബോംബാക്രമണത്തെ സംബന്ധിച്ച് എന്താ നടത്തിയ പ്രതികരണം? KPCCയുടെ അന്നത്തെ അധ്യക്ഷൻ സാക്ഷാൽ സുധാകരൻ ജി നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായിയെ മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് ഞാൻ ഒഴിപ്പിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞ് നാഴികക്ക് 40 വട്ടം പ്രസംഗിച്ച് നടന്ന പുള്ളിക്കാരനാണ് സുധാകരൻ ജി. അവസാനം ഇപ്പൊ KPCC പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് സുധാകരൻ അങ്ങിറങ്ങി. പിണറായി വിജയൻ ഇറക്കാൻ പറ്റിയില്ല കേട്ടോ. അത് സുധാകരൻ ഇനി 8 ജന്മം ജനിച്ചാലും നടക്കുന്ന കാര്യമല്ല എന്ന് മനസ്സിലായിക്കോളി. പറ്റിയില്ല. ആ സുധാകരൻ ജി പറഞ്ഞു, EP ജയരാജൻ ആസൂത്രണം ചെയ്ത പദ്ധതിയാണിത്. അത് കേട്ടപ്പോ വ്യാജ ഐഡന്റിറ്റി കാർഡിന്റെ പിൻബലത്തിൽ മാത്രം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ടുള്ള നേതാവ് പറഞ്ഞു, അതങ്ങനെ തന്നെ. എന്നിട്ടോ സുകുമാരക്കുറുപ്പായിരിക്കും ഇതിന്റെ പിന്നിൽ. പറഞ്ഞു ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അവസാനം അന്ന് പറഞ്ഞു നമ്മളോടൊക്കെ, ഇതെന്താ പിടിക്കാതെ എന്ന് പറഞ്ഞിട്ട് കുറെ കഴിഞ്ഞപ്പോ പിടിച്ചു കേട്ടോ. പിടിച്ചപ്പോ നോക്കുമ്പോഴത്തേക്ക് സാക്ഷാൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാര് ഇവന്മാരെ ഈ കൃത്യം ചെയ്യിപ്പിച്ചിട്ട് കൊണ്ടേ ഒളിപ്പിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഇനി പിടിക്കൂല എന്നുള്ള ആത്മവിശ്വാസത്തിലാ പറഞ്ഞ് എന്താ പിടിക്കാതെ നോക്കുക. കൃത്യമായി പിടിച്ചു. ശാസ്ത്രീയമായ തെളിവുകളോടെ പോലീസ് പിടിച്ചു. ഇപ്പോ ഈ പുള്ളിക്കാരൻ ഇന്നലെ ഇവിടെ വന്നിട്ട് പ്രസംഗിക്കുക, വ്യാജ ഐഡന്റി കാർഡ് എത്ര കാലങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് എന്താ പിടിക്കാത്ത, എന്റെ പേരിൽ എന്താ FIR വരാത്തതെന്നാ? ആ ചോദിച്ചോളി മാങ്കൂട്ടമേ, നിങ്ങൾ ചോദിച്ചോളി. നാളെ പിടിക്കുന്ന സമയത്ത് ഇതേ വർത്താനം പറയണം കേട്ടോ.